GST പ്രാബല്യത്തിൽ വന്ന ശേഷം നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി. നേരത്തെ നികുതി ഇല്ലാതിരുന്ന പല ഇനങ്ങൾക്കും നികുതി ബാധകമായതോടെയാണ് വില വർധന. ബ്രാൻഡഡ് ഇനങ്ങളാണ് മുഖ്യമായും വില കൂടിയത്. GST പ്രകാരം അരി, ആട്ട, മൈദ, റവ തുടങ്ങിയവയ്ക്ക് നികുതി ഇല്ലെങ്കിലും ബ്രാൻഡഡ് ഇനങ്ങൾക്ക് 5% നികുതി നൽകണം. ഇതുമൂലം മലയാളികൾ പൊതുവെ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾക്കെല്ലാം കിലോയ്ക്ക് 2 മുതൽ 3 രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. മൈദയ്ക്ക് 1.5 രൂപയും കൂടി. പാക്ക് ചെയ്തു വരുന്ന അരിപ്പൊടി, പുട്ടുപൊടി തുടങ്ങിയവയ്ക്കും 5% നികുതി ബാധകമാക്കി. ആനുപാതികമായി 2.5 രൂപ വരെ കൂടി. മല്ലിക്കും മുളകിനും കിലോയ്ക്ക് 4 രൂപ വരെ കൂടിയിട്ടുണ്ട്. മുളകിനും മല്ലിക്കും മാത്രം 5% എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 1% ആയിരുന്നു. സോയ ബാള്, സോയ ചങ്ക് ഇതുപോലത്തെ ഐറ്റങ്ങൾക്കെല്ലാം നേരത്തെ വന്ന് ടാക്സ് നില്ലായിരുന്നു. ഇപ്പോൾ വന്ന് അത് 12% ടാക്സായി. അപ്പോൾ അതിന് ഒരു 2-3 രൂപ കിലോയുടെ പേരിൽ ചിലപ്പോൾ 7 രൂപ വ്യത്യാസം വരെ വരുന്നുണ്ട്. ഭക്ഷ്യ എണ്ണയാണ് വില കൂടിയ മറ്റൊരിനം. നേരത്തെ നികുതി ഇല്ലാതിരുന്നിടത്ത് ഇപ്പോൾ 5% നികുതി കൂടി നൽകണം. ഉഴുന്ന്, പരിപ്പ് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾക്കാണ് GST മൂലം വില കുറഞ്ഞത്. നേരത്തെ 1% നികുതി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒഴിവാക്കി. സീസൺ ആയതോടെ വിപണിയിൽ ലഭ്യത കൂടിയത് പയർവർഗ്ഗങ്ങളുടെ വില കുത്തനെ കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. ശർക്കരയ്ക്കുണ്ടായിരുന്ന 1% നികുതിയും ഒഴിവാക്കി. GSTയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായും പ്രതിഫലിക്കാൻ ഇനിയും 2 മാസമെങ്കിലും എടുക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. S. അനോഷിനൊപ്പം J. മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.